സുഹൃത്തുക്കളെ, ഇന്ന് രാവിലെ ഒരു 5:30-6 മണിയൊക്കെ ഊബറോടെ ഇറങ്ങി എറണാകുളത്ത് നിന്ന് ഒരു ഓട്ടം എയർപോർട്ടിലേക്ക് കിട്ടി. എയർപോർട്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് തൊടുപുഴയ്ക്ക് ട്രിപ്പ് കിട്ടുന്നത്. അങ്ങനെ സന്തോഷത്തോടെ ട്രിപ്പ് എടുത്തു. നേരെ തൊടുപുഴയ്ക്ക് വന്നു, കസ്റ്റമറിനെ ഇറക്കി. റിട്ടേൺ വരുന്ന വഴി വലിയ പിടുത്തൂല, എങ്ങനെ വരുമെന്നൊരു പിടുത്തൂല. അങ്ങനെ മാപ്പ് വെച്ചു. മാപ്പിലൊക്കെ നോക്കി. അപ്പോൾ വേറെന്തോ ചിന്തയിൽ പോയിട്ട് എനിക്ക് തിരിയേണ്ട ഒരു വളവുണ്ടായിരുന്നു. ആ വളവ് വിട്ടുപോയി. അയ്യോ, അത് ഓർത്ത് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വെച്ച് ഞാൻ വീണ്ടും മാപ്പ് വെക്കാണ്. മാപ്പ് ഒരു വളവ് തിരിയാൻ പറഞ്ഞു. ആ വഴി തിരിഞ്ഞ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഉണ്ടല്ലോ, നേരത്തെ കാണിച്ച വഴിയേക്കാളും 10 കിലോമീറ്റർ കുറവ്. അപ്പം ഞാൻ സന്തോഷിച്ചു. നേരത്തെ വെറുതെ എന്തിനാ ദുഃഖിച്ചെന്നൊരു ഓർത്തു. ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകളായിരുന്നു. ഞാൻ പെട്ടെന്ന് പഴയ ഓർമ്മകളിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക് പോയി. നമ്മുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ എന്താ ഇങ്ങനെ സംഭവിച്ചേ, ഇതെന്താണ്, അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് തോന്നുന്നൊരു സമയമുണ്ടല്ലോ. അങ്ങനെ ചില തോന്നലുകൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഇപ്പം അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ തോന്നുന്നൊരു തോന്നലുണ്ടല്ലോ. ശരിക്കും അതൊരു ഫൂളിഷ്നെസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ വിവാഹമാണ് എടുത്തു നോക്കിയാലും ഞാൻ ഒരുപാട് പെണ്ണ് കണ്ടിട്ടുണ്ട്. കല്യാണം കത്തിയ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ പെണ്ണ് കാണാൻ പോകുമല്ലോ. അപ്പം അന്ന് എനിക്കിഷ്ടപ്പെട്ട പെണ്ണുങ്ങളെ അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടാറില്ല. എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞു പോകാറുണ്ട്. അപ്പം ഞാൻ എനിക്ക് മാത്രം ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതോർത്ത് ഞാൻ സന്തോഷിക്കുകയാണ്. ഒരു പക്ഷേ അന്ന് അവർക്കും ഓക്കെ ആയിരുന്നെങ്കിൽ ആ കല്യാണം നടന്നേനെ. അന്ന് എൻ്റെ ജീവിതത്തിൻ്റെ റൂട്ട് വേറെ രീതിയിലേക്ക് പോയേനെ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യനെ കിട്ടില്ലായിരുന്നു, എൻ്റെ മകളെ കിട്ടില്ലായിരുന്നു, എൻ്റെ ഇന്നത്തെ ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ കേൾപ്പിക്കുക അത് വേറെ രീതിയിലായിരിക്കാം. അപ്പോൾ ഒരു കണക്കിന് അന്ന് അങ്ങനെ സംഭവിച്ചത് ശരിയാണ് എന്ന് ഞാൻ ഇന്ന് മനസ്സിലാക്കുക. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിന് പടച്ചോന് കൃത്യമായ പ്ലാനിങ്ങുകളുണ്ട്. നമ്മുടെ പ്ലാനിങ്ങിൽ ഇവിടെ ഒന്നും നടക്കില്ല. പടച്ചോൻ അവൻ്റേതായ പ്ലാനിങ്ങിലൂടെ നമ്മളെ കൊണ്ടുപോയി ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ തെറ്റായ വഴിയിലൂടെ കയറണമെന്നൊക്കെ തോന്നും. പടച്ചോൻ നമ്മളെ കയറ്റൂല. കാരണം നമുക്ക് എഴുതി വെച്ചേക്കുന്ന വിധി വേറെയാണ്. അത് കറക്റ്റായിട്ട് നമ്മളിൽ എത്തണമെങ്കിൽ അവൻ കാണിച്ച വഴിയിലൂടെ പോയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്ന് ദുഃഖിക്കേണ്ട സംഭവം ഉണ്ടെങ്കിൽ ദുഃഖിക്കാതിരിക്കുക. കാരണം നല്ലൊരിത് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.